പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാനിന്ന് പറയുന്ന കഥ സുപ്രസിദ്ധ കാതികൻ വി സാംബശിവന്റെ ജീവിതമാണ്. കഥാപ്രസംഗകലയെ ജനകീയമാക്കിയ അത്ഭുതമായിരുന്നു വി സാംബശിവൻ. സാംബശിവന്റെ ജന്മദിനമാണ് ഇന്ന്. മാനത്തു മഴക്കാറ് കാണുമ്പോൾ മൾട്ടിപ്ലക്സിൽ സിനിമയ്ക്ക് പോകാൻ പോലും മടിക്കുന്നവരാണല്ലോ മലയാളികൾ. ഒരിക്കൽ മലബാറിൽ ഒരു ക്ഷേത്രത്തിൽ സാംബശിവന്റെ കഥാപ്രസംഗം നടക്കുകയാണ്. കഥാപ്രസംഗം പകുതിയായപ്പോൾ പെരുമഴ. ആയിരക്കണക്കിനായ കാണികൾ ആരും പിരിഞ്ഞു പോയില്ല. സാംബശിവനൊട്ട് കഥ നിർത്തിയതുമില്ല. അതായിരുന്നു സാംബശിവൻ കേരളീയ മനസ്സുകളിൽ നിറച്ച കഥ പറച്ചിലിന്റെ ആഴവും പരപ്പും. 1929 ജൂലൈ 4 അന്നായിരുന്നു ചവറ തെക്കുഭാഗത്ത് സാംബശിവന്റെ ജനനം. സാംബശിവന് കോളേജിൽ പോകാൻ വലിയ ആഗ്രഹം. പക്ഷേ കയ്യിൽ ചില്ലിക്കാശില്ല. അതിനൊരു വഴി. അതായിരുന്നു സാംബശിവന് ആദ്യം കഥാപ്രസംഗം. അങ്ങനെയാണ് ചങ്ങമ്പുഴയുടെ ദേവത എന്ന കഥ വേദിയിൽ അവതരിപ്പിച്ചത്. ദേവത. പിന്നീട് അധ്യാപകനായ സാംബശിവൻ അടിയന്തരാവസ്ഥക്കാലത്ത് ജോലി ഉപേക്ഷിച്ചു. പ്രസിദ്ധ കഥാകാരനായ ബിമൽ മിത്രയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അക്കാലത്ത് സാംബശിവൻ വേദികളിൽ പറഞ്ഞിരുന്നത്. ഇരിക്കാൻ പറഞ്ഞാൽ ഇഴയുന്ന നേതാക്കളുടെ കാലമായിരുന്നു അത്. അവിടെയാണ് സാംബശിവൻ തൻ്റെ കഥകളിലൂടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. ജന്മിത്വത്തിനും മുതലാളിത്തത്തിനുമെതിരെ അദ്ദേഹം പടവാളുയർത്തി. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ വാഴ്ത്തി ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ടായി. അടിയന്തരാവസ്ഥ നാടിൻ്റെ നന്മയ്ക്ക്, നുണപ്രചരണം നാടിനാപത്ത് എന്നായിരുന്നു മുദ്രാവാക്യങ്ങളിലൊന്ന്. തൻ്റെ രസകരമായ കഥകൾക്കിടയിൽ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കൂടെ ശ്രദ്ധ തിരിച്ച സാംബശിവൻ ഇടയ്ക്ക് ഈ മുദ്രാവാക്യം ഒന്ന് മാറ്റിയെടുത്തു. അടിയന്തരാവസ്ഥ നാടിൻ്റെ നന്മയ്ക്ക് എന്ന നുണപ്രചരണം നാടിനാപത്ത് എന്നാക്കി സാംബശിവൻ. വൈകാതെ തന്നെ കരുണാകരൻ്റെ പോലീസ് എത്തി. സാംബശിവൻ മകനുമൊത്ത് ചായ കുടിക്കാനായി തിരുവനന്തപുരത്തെ കോഫി ഹൗസിൽ എത്തുമ്പോഴാണ് സാംബശിവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. 1953 വയലാറിൻ്റെ ആയിഷ രംഗത്ത് അവതരിപ്പിച്ചതോടുകൂടിയാണ് സാംബശിവൻ കേരളത്തിൽ ശ്രദ്ധേയനായ കാതികനായി മാറിയത്. കഥാപ്രസംഗ വേദിയിൽ ആദ്യമായി ഒരു വിദേശ കഥ അവതരിപ്പിച്ചതും സാംബശിവൻ തന്നെയായിരുന്നു. രംഗത്ത് അവതരിപ്പിച്ച കഥകൾക്കെല്ലാം സാംബശിവൻ സ്വന്തമായാണ് പാട്ടുകൾ എഴുതിയുണ്ടാക്കിയത്. സാംബശിവന്റെ കഥ പറയുമ്പോഴുള്ള വേറിട്ട ശബ്ദവിന്യാസങ്ങളും അഭിനയ ചാതുര്യവുമൊക്കെ കണ്ടവരും കേട്ടവരുമൊക്കെ വീണ്ടും വീണ്ടും കഥ കാണാനും കേൾക്കാനുമായി തടിച്ചുകൂടി. എന്നും ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന സാംബശിവൻ 1970 തിരഞ്ഞെടുപ്പ് ഗോതയിലുമെത്തി. കരുനാഗപ്പള്ളിയിലായിരുന്നു സാംബശിവൻ മത്സരിച്ചത്. എതിരാളിയാകട്ടെ കരുത്തനായ ബേബി ജോണും. പക്ഷേ അന്ന് ബേബി ജോണിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമേ സാംബശിവന് കഴിഞ്ഞുള്ളൂ. 48 വർഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേദികളിൽ നിറഞ്ഞു നിന്ന സാംബശിവൻ അങ്ങനെയാണ് ജനമനസ്സുകളിൽ അനശ്വരനായ കാതികനായി മാറിയത്.